നമ്മുടെ ശൈത്യ സന്തോഷ് തൻ്റെ ലൈഫ് സ്റ്റോറി പറയുകയാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈഫ് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആര്യൻ ചിരിക്കുന്നു, രണ ഫാത്തിമ ചിരിക്കുന്നു. അങ്ങനെ രണ പുറമോട്ട് തിരിഞ്ഞ് നോക്കി ആര്യനെ നോക്കി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഏതായാലും അത് അഭിഷേകിന് ഇഷ്ടപ്പെടുന്നില്ല. അഭിഷേക് ചാടി എണ്ണിച്ച് ചോദിക്കുന്നു. ഒരാൾ അയാളുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പലരും നോക്കിയിരുന്ന് ചിരിക്കുന്നു, നീയൊക്കെ എന്താ കാണിക്കുന്നത് എന്ന് ചോദിച്ച് ചാടി എഴുന്നേൽക്കുന്ന അഭിഷേകിനെ കൃത്യമായിട്ടൊരു പ്രൊമോയിൽ കാണാൻ പറ്റും. ഏഷ്യാനെറ്റ് അല്പം മുമ്പ് പുറത്തുവിട്ട പ്രൊമോയിലെ കാര്യങ്ങളാണിത്. ഏതായാലും ഇത് ലൈവിൽ വന്നിട്ടില്ല. ലൈവിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായ ധാരണയില്ല. എന്നാലും ഈ പ്രൊമോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ശൈത്യ അവരുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ സെൻറ്റിമെൻ്റലായിട്ടുള്ള ലൈഫ് സ്റ്റോറി തന്നെയാണ്. അവരുടെ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. എല്ലാവരും അത് ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആര്യൻ താഴോട്ട് കുനിഞ്ഞിരുന്ന് ചിരിക്കുന്നത് ഈ പ്രൊമോയിൽ വളരെ വ്യക്തമായി കാണാം. അതുപോലെ നമ്മുടെ രണ ഫാത്തിമ പുറമോട്ട് തിരിഞ്ഞിരുന്ന് ചിരിച്ചുകൊണ്ട് എന്താ ഇത് എന്ന് കൈകൊണ്ട് ആക്യം കാണിക്കുന്നതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് കൃത്യമാണ്. അതുപോലെ ഏഷ്യാനെറ്റ് അത് പുറത്ത് വിട്ടുകൊണ്ട് അതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ഒരു ചിരി വരുത്തി വെച്ച വിന എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹെഡിങ്ങുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് ആര്യനെ സംബന്ധിച്ച് ഒരു ചൈത്തയുടെ ലൈഫ് സ്റ്റോറി ഇഷ്ടപ്പെട്ടില്ലയോ, ഇഷ്ടപ്പെടാതിരുന്ന് ചിരിച്ചതാണോ അതോ വേറെ ഏതെങ്കിലും പറഞ്ഞ് ചിരിച്ചതാണോ എന്ന് നമുക്ക് വ്യക്തമല്ല. ഏതായാലും അത് മോശപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഒരാളൊരു സ്റ്റോറി പറയുമ്പോൾ അയാളെ സംബന്ധിച്ച് ഏറ്റവും വേദനയുള്ള കാര്യമായിരിക്കും അല്ലേ. അപ്പം നമ്മളും അതിൽ പങ്കുകൊള്ളുക എന്നുള്ളതാണ് ഒരു മാന്യതയുള്ള ഒരു ഗെയിം ഷോയ്ക്കൊക്കെ വേണ്ടത്. അത് ആരും പലപ്പോഴും അത് കൃത്യമായി പാലിക്കാറില്ല. എപ്പോഴും പല സീരിയസ് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആര്യയും രണയൊക്കെ ഇരുന്നിരിക്കുന്നത് പല പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അതുതന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. ഏതായാലും അഭിഷേക് അത് ചാടി എന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരു ലൈഫ് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇത് മോശമാണ് എന്ന് പറയുമ്പോൾ ആരും ചാടി എണ്ണിച്ച് പൊട്ടിത്തെറിക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് ചെരുപ്പൂരി വലിച്ചെറിയുന്നു, ചെരുപ്പൂരി അടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും ചെരുപ്പൊക്കെ അവിടെ കിടക്കുന്നത് കാണാം. അതുപോലെ രണ ചൂടാവുന്നുണ്ട്. ഞാൻ ചിരിച്ചില്ല എന്ന് രണ പറയുന്നുണ്ട്. അത് വ്യക്തമായും പച്ചക്കള്ളമാണെന്നുള്ളത് നമ്മൾ ആ പ്രൊമോയ്ക്കകത്ത് ഏഷ്യാനെറ്റ് തന്നെ പുറത്ത് വിടുന്നുണ്ട്. രണ ഇരുന്ന് പുറമോട്ട് നോക്കിയിരുന്ന് ചിരിക്കുന്നത്. ഏതായാലും ഇത് ലൈവ് വരുമ്പം നമുക്കിതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചന കിട്ടും എന്ന് തന്നെ നമ്മൾ കരുതുന്നു. ഏതായാലും കൊമ്പനടിക്കുള്ള തുടക്കമാണോ എന്നുള്ളത് നമുക്ക് നോക്കി തന്നെ കാണണം. ഏതായാലും അഭിഷേക് 2 ദിവസം കൊണ്ട് അഭിഷേക് മികച്ച ഫോമിൽ തന്നെ കേട്ടോ, ഫയർ ആകുകയാണ് അഭിഷേക്. അങ്ങനെ ഓരോരുത്തരായി ഫയർ ആകട്ടെ. നമുക്ക് കളി കണ്ട് രസിക്കാം.